നമ്മുടെ റെനേസൻസ് പോർഷനിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നവോത്ഥാന നായകന്മാര് കഴിഞ്ഞാല് PSC എക്സാംസിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു പോർഷനാണ് റോൾ ഓഫ് പ്രസ് ഇൻ റെനേസൻസ് ഓഫ് കേരള. അതായത് പത്രപ്രസിദ്ധീകരണത്തിന് നവോത്ഥാനത്തിലുള്ള പങ്ക്. ഇപ്പൊ കേരളത്തില് ധാരാളം പത്രങ്ങളുണ്ടല്ലോ ഇപ്പൊ നിലവില്. അപ്പോ നമ്മുടെ നവോത്ഥാനത്തില് ഈ പത്രങ്ങളിൽ ഏതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്, അതിലിപ്പോ ഏതൊക്കെയാണ് ഉള്ളത്, ഇപ്പോ ഏതൊക്കെയാണ് ഇല്ലാത്തത്, ഇതൊക്കെ വന്ന വർഷങ്ങള്, അതിന്റെ എഡിറ്റേഴ്സ് ആരാണ്, പബ്ലിഷേഴ്സ് ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോ നമുക്ക് ഇതിന്റെ ഒരു ഹിസ്റ്ററിയിൽ നിന്ന് തുടങ്ങാം. എങ്ങനെയാണ് നമ്മുടെ ആ ഒരു പ്രസിന്റെ അല്ലെ ജേർണലിസത്തിന്റെ ഹിസ്റ്ററി എങ്ങനെയാണ് ഈ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ ഇന്നത്തെ ക്ലാസിന്റെ കണ്ടന്റ്സ് നോക്കിയിട്ട് പോവാം. നമ്മൾ ഫസ്റ്റ് പ്രസ് ഇൻ കേരളയുടെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കും. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് ആ ഒരു ജേർണലിസം ഡെവലപ്പ് ചെയ്തത്. കേരള നവോത്ഥാനത്തിന് ഊർജം പകർന്നത് തന്നെ ഈ ഒരു പത്രപ്രസിദ്ധീകരണത്തിലോടുകൂടിയാണ്. അപ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ടോപ്പിക്കാണ് നമ്മുടെ സാമൂഹിക സാംസ്കാരിക സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെ ഭാഗമായ ഒരു വളരെ അത്യന്താപേക്ഷിതമായിരുന്ന ഒരു ഘടകമാണ്, ഇപ്പോഴുമാണ് അല്ലെ. അപ്പൊ അന്നത്തെ കാലത്ത് വളരെ പങ്കുവഹിച്ചിരുന്ന ഒരു ഘടകമാണ് ഈ പത്രപ്രസിദ്ധീകരണം എന്നുള്ളത്. അപ്പൊ അതിന്റെ ഹിസ്റ്ററി നമ്മൾ അറിഞ്ഞിരിക്കുക. ഏതെങ്കിലും ഒരു വർഷമോ എന്തെങ്കിലും ബന്ധപ്പെട്ട കാര്യങ്ങളോ ചോദിച്ചു കഴിഞ്ഞാൽ PSC ആയതുകൊണ്ട് നമുക്കറിയില്ല എവിടുന്ന് ചോദ്യം ചോദിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി പോർഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക, വർഷങ്ങള്. അതേപോലെ തന്നെ ഏതെങ്കിലും ആളുകൾ പേഴ്സൺസ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടോ. പിന്നെ നമ്മൾ ഈ ഇമ്പോർട്ടൻസ് ന്യൂസ് പേപ്പറിന്റെ പേര് അതിൽ തന്നെ ഞാൻ ഒന്ന് തരംതിരിച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് എക്സാംസിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന പത്രങ്ങൾ മാത്രമാണ് ആദ്യം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ കറക്റ്റ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൽ ഇമ്പോർട്ടന്റ് അല്ലാത്തതും ഒക്കെ വരും. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും ഇതിലേതാണ് പഠിക്കേണ്ടത് പഠിക്കേണ്ടാത്തതെന്നൊക്കെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വേണ്ട കുറച്ച് പത്രങ്ങളായിരിക്കും. അതിനുശേഷം നമ്മൾ ഒരു പോയിന്റ്സ് മിസ് ചെയ്യാൻ പാടില്ല അല്ലെ. അപ്പൊ ഇമ്പോർട്ടന്റ് മാത്രമാണ് PSC ചോദിക്കുന്നത് എന്ന് പറഞ്ഞു പോയാല് ഇപ്പൊ എക്സാമിനർക്ക് തോന്നുകയാണ് ഈ വർഷം ഒന്ന് ഡിഫറെന്റ് ആയിട്ട് പിടിക്കാം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ നമ്മൾ ആ ഒരു ടോപ്പിക്ക് ഫുൾ പഠിച്ചു, പക്ഷെ അതിൽ നിന്ന് ഒരു മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടാൽ നമുക്ക് നമ്മൾ കഷ്ടപ്പെട്ടതിന് ഒരു അർത്ഥമില്ലാതായിപ്പോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടോപ്പിക്ക് ഫുള്ള് കവർ ചെയ്തുകൊണ്ടുള്ള റെസ്റ്റ് പോർഷൻ നമുക്ക് നോക്കണം. പിന്നെ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്, പിന്നെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇൻട്രൊഡക്ഷൻ ടു ഹിസ്റ്ററി ഓഫ് പ്രസ് ഇൻ കേരള. അപ്പോ ഇത് ആദ്യം നമ്മുടെ കേരള നവോത്ഥാനത്തിന്റെ പത്രങ്ങളുടെ പങ്ക് എന്ന വിഷയത്തെ പറ്റി നമ്മൾ ആദ്യം സംസാരിക്കുമ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാരാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. കാര്യം മതപരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിനുമായിട്ടാണ് കേരളത്തിൽ പത്രങ്ങൾ ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അത് ക്രിസ്ത്യൻ മിഷണറിമാരാണിത് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഒരു ക്രിസ്ത്യൻ മിഷണറിമാർ പ്രസിദ്ധീകരിച്ച പത്രം ഒരു വലിയ മതപരമായ സ്വാധീനമാണ് ചെലുത്തിയത്. മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട വിപ്ലവങ്ങൾക്കും വഴിയൊരുക്കി. തലശ്ശേരിയിലെ ബേസൽ മിഷനിലെ ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടാണ് ആദ്യമായിട്ട് ഒരു പത്രം ആരംഭിച്ചത്. രാജ്യസമാചാരം എന്ന പത്രമാണ് ആദ്യം ആയിട്ട് നമ്മുടെ കേരളത്തിൽ ആരംഭിച്ച പത്രം. ഈ ഒരു പത്രമാണ് മറ്റു പത്രങ്ങൾക്ക് വഴിയൊരുക്കുകയും ഒടുവിൽ കേരളത്തിലെ നവോത്ഥാനത്തിന് കാരണമാവുകയും ചെയ്തത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പത്രമാണ് നമ്മുടെ രാജ്യ സമാചാരം. അതിനുശേഷം പശ്ചിമോദയം, ജ്ഞാനനിക്ഷേപം എന്നിവയും ധാരാളം പത്രങ്ങൾ അതിനുശേഷം വന്നു അല്ലെ. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ മിഷണറീസിന്റെ പേര് ഒരിക്കലും മറക്കരുത്. ഇൻ ഓർഡർ ടു സ്പ്രെഡ് റിലീജിയസ് ഐഡിയാസ് ആൻഡ് പ്രൊമോട്ട് ക്രിസ്ത്യാനിറ്റി. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, പക്ഷെ ഓപ്ഷൻ എപ്പോഴും നമുക്ക് ഇംഗ്ലീഷിലാണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലെ ആ ഒരു ചില ടേംസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ക്രിസ്ത്യൻ മിഷണറീസ് എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിന്റെ ബേസിലാണ് ആദ്യമായിട്ട് ഈ ഒരു പത്രപ്രസിദ്ധീകരണം ആരംഭിച്ചത്? റിലീജിയസ് ഐഡിയാസും ക്രിസ്ത്യാനിറ്റിയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഈ ഒരു പ്രസ് വരുന്നത്. അപ്പോ അതിനുശേഷം ഈ ഒരു റിലീജിയസ് ഇമ്പാക്റ്റിൽ നിന്നും ഒരു റെവല്യൂഷന് മേജർ ആയിട്ടുള്ള നമ്മുടെ പോരാട്ടങ്ങൾക്ക്
ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഈ പത്രപ്രസിദ്ധീകരണത്തിന് കഴിഞ്ഞു. അപ്പോ ഈ രാജ്യസമാചാരം എപ്പോഴും നിങ്ങൾ മറന്നുപോകാതെ ഓർക്കുക, ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ബേസൽ മിഷൻ ഇൻ തലശ്ശേരി, ഇതും ഈ രാജ്യ സമാചാരമായിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മിഷനാണ്. അപ്പൊ ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ഹിസ്റ്ററിക്കകത്തിൽ നമുക്ക് ഇതിൽ കൂടുതൽ ഒത്തിരി പറയാനുണ്ട്, പക്ഷെ നമ്മൾ ഓരോ പത്രങ്ങളുടെ പേര് പറയുന്ന സമയത്ത് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. പശ്ചിമോദയം, ജ്ഞാന നിക്ഷേപവും ഈ രാജ്യസമാചാരം, ഇത് മൂന്നും നിങ്ങൾ ഒരുപോലെ ഓർത്തിരിക്കുക. ഇത് മൂന്നും വന്ന വർഷം സെയിം ആണ്. ഓക്കെ. ഇനി സത്യാനന്ദ കലഹം, ഫസ്റ്റ് മലയാളം ന്യൂസ് പേപ്പർ പബ്ലിഷ്ഡ് ബൈ ഇറ്റാലിയൻ കാർമലൈറ്റ് മിഷണറീസ്. അത് മറന്നു പോകരുത്, സത്യാനന്ദ കലഹമാണ്. അപ്പം അതും കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പം ഞാനിപ്പോ പറയാൻ പോകുന്ന പത്രങ്ങളുടെ കൂട്ടത്തില് എക്സാംസിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് പത്രത്തിന്റെ പേരുകൾ ഞാനിവിടെ എൻലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നതും ഈ സ്ലൈഡിൽ കാണുന്നത് തന്നെയാണ്. ഓക്കെ. അപ്പൊ സിലബസിൽ എക്സെട്ര എന്നൊരു ടേം അവിടെ കാണാം അല്ലെ. ഇത്രയും അതിന്റെ കൂടെ എക്സെട്ര കൊടുത്തത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? എക്സെട്ര എന്ന് പറയുമ്പോ അല്ലെ, നമ്മള് പിന്നെയും ഒരു എൻഡില്ലാത്ത ഒരു ടേമാണ് ഈ എക്സെട്ര എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഈ ഒരു സിലബസിൽ പറഞ്ഞിരിക്കുന്ന പത്രങ്ങൾ കൊണ്ട് മാത്രം ഒതുക്കാനായിട്ട് പറ്റില്ല. ആ എക്സെട്രയിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ എക്സ്ട്രാ കുറച്ച് പത്രങ്ങളുടെ പേരൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോ രാജ്യസമാചാരമാണ് ആദ്യമായിട്ട് പറഞ്ഞത്. പശ്ചിമോദയം, ജ്ഞാന നിക്ഷേപം, ഇത് മൂന്നും ഒരുപോലെ ഒന്നിച്ചോർത്തിരിക്കേണ്ടതാണ്. മലയാളി, സ്വദേശ് അഭിമാനി, വിവേകോദയം, മിതാവാദി, സ്വരാജ്, മലയാള മനോരമ, ഭാഷാ പോഷിണി, മാതൃഭൂമി, കേരള കൗമുദി, സമദർശി, കേസരി, അലമി, പ്രഭാതം, യുക്തിവാദി, പിന്നെ എക്സെട്ര എക്സെട്ര എക്സെട്ര. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം ന്യൂസ് പേപ്പറിലോട്ട് കടക്കാം. അപ്പം രാജ്യസമാചാരമാണ്. അപ്പൊ ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ ദ മലയാളം ലാംഗ്വേജ്, ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് പേപ്പർ ആണ് ഇൻ മലയാളം. രാജ്യസമാചാരമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാംസിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ന്യൂസ് പേപ്പർ ആണ് ഈ രാജ്യസമാചാരം. ജർമ്മൻ മിഷണറിയാണ് ഈ നമ്മുടെ ഈ ഹെർമൻ ഗുണ്ടട്ടാണ് ഈ രാജ്യസമാചാരം എന്ന പത്രത്തിന്റെ പബ്ലിഷർ. ഓക്കെ. ജർമ്മൻ മിഷണറിയാണ് ഇത് നെയിം ചെയ്തത്. ഇത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത് ഇല്ലിക്കുന്ന് പ്രസിൽ നിന്നാണ്, തലശ്ശേരി, 1847 ജൂൺ. അപ്പം ഇതിന്റെ ഇയർ, പബ്ലിഷ് ചെയ്തത് എവിടെ നിന്നാണ്, പിന്നെ ഇതിന് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ രാജ്യസമാചാരം ന്യൂസ് പേപ്പർ ഒരു സൈക്ലോ സ്റ്റൈൽ പ്രിന്റിംഗ് ആണ് യൂസ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഈ സൈക്ലോ സ്റ്റൈലിംഗ് എന്ന് പറയുന്നത് അതൊരു മെഷീനാണ്. ഓക്കെ. 8 സൈക്ലോ സ്റ്റൈൽ ഷീറ്റ് കൊണ്ടാണ് ഈ രാജ്യസമാചാരം പത്രത്തിന്റെ പ്രിന്റ് ആദ്യമായിട്ട് ഈ പ്രിന്റിംഗ് വരുന്ന സമയത്ത്, ആ സമയത്ത് യൂസ് ചെയ്തൊരു പ്രിന്റിംഗ് മെഷീൻ ആണ് ഈ സൈക്ലോ സ്റ്റൈൽ പ്രിന്റിംഗ് മെഷീൻ. 8 സൈക്ലോ സ്റ്റൈൽ ഷീറ്റ്സ് ആണ് ഈ പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോളജിന് വേണ്ടിയിട്ട് അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ സൈക്ലോ സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ അതെന്താ രാജ്യസമാചാരമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. ഇനി ഡി കന്യാൻ കാടു, അതായത് ഒരു തമിഴ് ക്രിസ്ത്യനാണ് ഇത് ക്രാഫ്റ്റ് ചെയ്തത്. ഈ രാജ്യസമാചാരത്തിന്റെ പ്രിന്റിങ്ങും കാര്യങ്ങളും ഒക്കെ ക്രാഫ്റ്റ് ചെയ്തത്. ആക്ടിവിറ്റീസ്, പ്രിന്റിംഗ് ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്ത് വന്നിരുന്നത് ബേസൽ മിഷൻ ആണ്. അത് നമ്മൾ ഹിസ്റ്ററിയിൽ ഒന്ന് പറഞ്ഞതാണ്. പിന്നെ ഓർത്തിരിക്കേണ്ട പോയിട്ട് ഈ രാജ്യസമാചാരം എന്ന് പറഞ്ഞ ഹെഡിങ്ങിന് താഴെയുള്ള ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇതിലൊന്നും നമ്മൾ എക്സ്ട്രാ ചേർത്തിട്ടില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ട പോയിന്റ്സ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പൊ ഒന്നും നമുക്ക് മിസ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് പോയിന്റ്, രാജ്യസമാചാരം was first published as a magazine which has importance to the promotion of Christianity. ക്രിസ്ത്യാനിറ്റിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വരുന്ന ഒരു മാഗസിൻ ഏതാണെന്ന് ചോദിച്ചാലും ആൻസർ രാജ്യസമാചാരമാണ്. പിന്നീട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഈ രാജ്യസമാചാരം ഫ്രീ ആയിട്ട് പബ്ലിഷ് ചെയ്ത് വന്നിരുന്നു. ആ സമയത്ത് ഇതിന്റെ എഡിറ്ററിന്റെ പേരൊന്നും ഈ പത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അപ്പൊ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്ന സമയത്ത് അതിനുശേഷം പെയ്ഡ് ആക്കിയപ്പോഴാണ് ഇതിൽ പേര് കാര്യങ്ങളൊക്കെ വന്നത്. ഇതിന്റെ കൂടെ മറ്റൊരു മാഗസിനും ഉണ്ടായിരുന്നു, മലയാള പഞ്ചാംഗം. പക്ഷേ മലയാള പഞ്ചാംഗം ഇതിനു മുന്നേ തന്നെ എഡിറ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ
നമ്മള് രാജ്യസമാചാരം തന്നെയാണ് ഏറ്റവും ആദ്യത്തെ ഒരു ന്യൂസ് പേപ്പർ ആയിട്ട് കേരളത്തിൽ കണക്കാക്കുന്നത്. ഏറ്റവും ഫസ്റ്റ് മലയാളം ന്യൂസ് പേപ്പർ രാജ്യസമാചാരം തന്നെയാണ്. ഓക്കെ, ഇപ്പം ക്ലിയർ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ിലേക്ക് പോകാം. പശ്ചിമോദയമാണ്. അപ്പൊ രാജ്യസമാചാരം കഴിഞ്ഞാല് അതേ വർഷം തന്നെ 1847 തന്നെ വന്ന ഒക്ടോബറിലാണ് വന്നത് പശ്ചിമോദയം. സെക്കൻഡ് ന്യൂസ് പേപ്പർ പബ്ലിഷ്ഡ് ഇൻ മലയാളം. ഇപ്പൊ ഫസ്റ്റ് രാജ്യസമാചാരം ആണെങ്കിൽ സെക്കൻഡ് പശ്ചിമോദയമാണ്. ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് തന്നെയാണ് ഈ ഒരു പശ്ചിമോദയം എന്ന പത്രത്തിന്റെയും പബ്ലിഷർ. ഇല്ലിക്കുന്ന് ബംഗ്ലാവ്, തലശ്ശേരിയിലുള്ള ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ് ഇത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഒക്ടോബർ 1847 ആണ് പബ്ലിഷ്ഡ് ഇയർ. 1851 1851 ഓഗസ്റ്റ് വരെ ഇതിന്റെ ഒരു പബ്ലിഷിംഗ് കണ്ടിന്യൂ ചെയ്ത് വന്നു. ജോൺ ഫ്രെഡറിക് മുള്ളർ, who was a disciple of Dr. Herman Gundert, was the editor of പശ്ചിമോദയം. അപ്പം ജോൺ ഫ്രെഡറിക് മുള്ളർ ആയിരുന്നു എഡിറ്റർ, അതും മറന്നു പോകരുത്. ഓക്കെ, ഇപ്പൊ പബ്ലിഷർ ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ്, എഡിറ്റർ ജോൺ ഫ്രെഡറിക് മുള്ളർ. എവിടുന്നാണ് പബ്ലിഷ് ചെയ്തത്? ഇയർ നോക്കുക. ഇനിയുള്ള പോയിന്റ്, അൺലൈക്ക് രാജ്യസമാചാരം വിച്ച് പ്രൊമോട്ടഡ് ക്രിസ്ത്യാനിറ്റി. ഇപ്പം ഇതിന്റെ എയിം അല്ലെങ്കിൽ ഈ ന്യൂസ് പേപ്പറിന്റെ ഉദ്ദേശം എന്തായിരുന്നു? പശ്ചിമോദയം കൂടുതലും പ്രയോറിറ്റി കൊടുത്തത് സയന്റിഫിക് നോളജ് ആൻഡ് ജനറൽ അവയർനെസ്. ഓക്കെ, സയന്റിഫിക് ശാസ്ത്രീയമായിട്ടുള്ള അറിവുകളും ജനറൽ ആയിട്ടുള്ള നോളജിനുമാണ് കൂടുതൽ പ്രാധാന്യം നമ്മുടെ ഈ പശ്ചിമോദയം എന്നുള്ള പത്രം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഈ പശ്ചിമോദയത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്. ഇറ്റ് ഈസ് എ ഫസ്റ്റ് സയൻസ് മാഗസിൻ ഇൻ കേരള. അപ്പം എക്സാമിന് ചോദിച്ചതാണ്, ഫസ്റ്റ് സയൻസ് മാഗസിൻ ഇൻ കേരള ഈസ് ഏതാണ്? പശ്ചിമോദയമാണ്. ഇത് കൂടാതെ ഈ സയൻസിന്റെ സയന്റിഫിക് നോളജ് ആൻഡ് ജനറൽ അവയർനെസ് കൂടാതെ ആസ്ട്രോളജി, ജിയോഗ്രഫി, അല്ലെ, ഭൂമിശാസ്ത്രം, ഇതിനെയൊക്കെ പറ്റിയും ഈ പശ്ചിമോദയം അതിന്റെ കണ്ടന്റ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കോസ്റ്റ് എടുത്തു പറയുന്നുണ്ട് 2 പൈസ ഫോർ ആൻ എഡിഷൻ എന്നാണ് പറയുന്നത് ഈ ഒരു പശ്ചിമോദയം എന്ന ന്യൂസ് പേപ്പറിന്. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിന്റെ ബുക്സ് ആയിട്ടുള്ള കേരള പഴമ, കേരളോപതി, ഇതൊക്കെ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തതും പശ്ചിമോദയമാണ്. ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഹെർമൻ ഗുണ്ടർട്ടിന്റെ ഏത് ബുക്സ് ആണ് അല്ലെങ്കിൽ ഏത് ബുക്കുകളാണ് നമ്മുടെ ഈ പശ്ചിമോദയം എന്ന ന്യൂസ് പേപ്പറിൽ പറയുന്നത്? കേരള പഴമ ആൻഡ് കേരളോപതി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അതോടെ നമ്മുടെ പശ്ചിമോദയം ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആയി. ഫസ്റ്റ് സയൻസ് മാഗസിൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. അതേപോലെ തന്നെ അതിന്റെ വർഷം വന്നത് ഈ ബുക്സ് ഓഫ് ഹെർമൻ ഗുണ്ടർട്ട്. നെക്സ്റ്റ് ന്യൂസ് പേപ്പർ ആണ് ജ്ഞാന നിക്ഷേപം. ഓക്കെ, ജ്ഞാന നിക്ഷേപമാണ് തേർഡ് ന്യൂസ് പേപ്പർ പബ്ലിഷ്ഡ് ഇൻ കേരള. അപ്പൊ മൂന്നാമത് വന്നത് ജ്ഞാന നിക്ഷേപമാണ്. ഇത് മൂന്നും 1847 ആണ്. ഓക്കെ, ഇത് മൂന്നും നിങ്ങൾ ഒരേപോലെ ഓർത്തിരിക്കുക. രാജ്യസമാചാരം, പശ്ചിമോദയം ആൻഡ് ജ്ഞാന നിക്ഷേപം. നവംബർ 1847 ജ്ഞാന നിക്ഷേപം പബ്ലിഷ് ചെയ്യപ്പെടുന്നത് ഫ്രം CMS പ്രസ് ഇൻ കോട്ടയം. കോട്ടയത്തുള്ള CMS പ്രസിൽ നിന്നാണ് ജ്ഞാന നിക്ഷേപം എന്ന പത്രം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് ന്യൂസ് പേപ്പർ പബ്ലിഷ്ഡ് ഇൻ ട്രാവൻകൂർ കോൺസ്റ്റിറ്റുവൻസി, അതായത് തിരുവിതാംകൂർ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും ആദ്യം പ്രസിദ്ധീകരിക്കപ്പെടുന്ന പത്രവും ഈ ജ്ഞാന നിക്ഷേപമാണ്. അപ്പൊ ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ കേരളയാണ്, തേർഡ് ന്യൂസ് പേപ്പർ ഇൻ കേരളയാണ്. അതേപോലെ തന്നെ ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഫ്രം ദ ട്രാവൻകൂർ കോൺസ്റ്റിറ്റുവൻസി. ഇനി മറ്റൊരു പോയിന്റ് കൂടി ഇവിടെ ഓർത്തു വെക്കുക. ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ കേരള വിച്ച് സ്റ്റാർട്ടഡ് പ്രിന്റിംഗ് ഫ്രം എ പ്രിന്റിംഗ് പ്രസ്. അച്ചുകൂടം എന്ന ഒരു പ്രിന്റിംഗ് പ്രസ്, അതായത് ഒരു പ്രിന്റിംഗ് പ്രസ് എന്ന് തുടങ്ങി ഒരു പത്രം ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ ജ്ഞാന നിക്ഷേപമാണ്. അതിനു മുൻപ് വരെ പറഞ്ഞതിനൊരു പ്രിന്റിംഗ് പ്രസ്സോ അങ്ങനത്തെയുള്ള പ്രസിന്റെ പേരൊന്നും എടുത്തു പറയാനായിട്ടുണ്ടായിരുന്നില്ല. ഒരു എഡിറ്ററും പബ്ലിഷറും മാത്രമേ നമ്മൾ ഇതുവരെ കണ്ടുവന്നിട്ടുള്ളൂ. പക്ഷെ ജ്ഞാന നിക്ഷേപം എന്ന പത്രത്തിലേക്ക് വരുമ്പോൾ അത് ഒരു പ്രിന്റിംഗ് പ്രസ് ആയിട്ടുള്ള അച്ചുകൂടം എന്ന പ്രസിൽ നിന്നാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ആദ്യത്തെ ഒരു പ്രിന്റിംഗ് പ്രസിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെടുന്ന ആദ്യത്തെ പത്രമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഈ ജ്ഞാന നിക്ഷേപം എന്ന പത്രത്തിനെയാണ്. നെക്സ്റ്റ് ഓർത്ത് വിരിക്കേണ്ട പോയിന്റ് ആണ് റെവറന്റ് ജോർജ് മാത്തൻ ആൻഡ് ആർച്ച് ഡെക്കാൻ കോശി. ഇവരെ രണ്ടുപേരെ പറ്റി, ഈ രണ്ട് പേഴ്സണാലിറ്റി ഈ ന്യൂസ് പേപ്പറിൽ നല്ല രീതിയിൽ നേതൃത്വം വഹിച്ച രണ്ടുപേരാണ്.
സോറി നേതൃത്വം വഹിച്ച രണ്ടു പേരാണ് ഈ റെവറൻഡ് ജോർജ് മാത്തൻ ആൻഡ് ആർച്ച് ഡെക്കാൻ ഘോഷ്. ഈ രണ്ടു പേരുടെയും പ്രൊമിനന്റ് പേഴ്സണാലിറ്റീസ് ഹു ടുക്ക് ദ ലീഡർഷിപ്പ് ഓഫ് ദിസ് ന്യൂസ് പേപ്പർ. ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ കേരള വിച്ച് സ്റ്റാർട്ടഡ് ഗിവിംഗ് ന്യൂസ് വിത്ത് ഇമേജസ് എന്ന് ചോദിച്ചാലും ആൻസർ ഏതാണ്? ഇത് തന്നെയാണ്. ഓക്കെ, ഇമേജിന്റെ കൂടെ ഇപ്പൊ ന്യൂസ് മാത്രമായിരുന്നു നമ്മൾ അതിന് മുന്നേ വരെ കൊടുത്തിരുന്നത്, ന്യൂസ് മാത്രം കൊടുത്തിരുന്നു. പക്ഷെ പടങ്ങളും ഇമേജസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ന്യൂസ് വന്നത് ആദ്യമായിട്ട് ഈ ഒരു ജ്ഞാന നിക്ഷേപം എന്ന ന്യൂസ് പേപ്പറിലാണ്. ഇതുകൂടാതെ നമ്മുടെ ആർച്ച് ഡെക്കാൻ ഘോഷി, ഡെക്കാൻ ഘോഷി നമ്മളെ ലീഡർഷിപ്പ് എടുത്ത ഒരാളാണ് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ പുള്ളേലി കുഞ്ഞു കണ്ടാശ എന്ന ഒരു വർക്ക് ഈ ഒരു ജ്ഞാന നിക്ഷേപം വഴി പബ്ലിഷ് ചെയ്യപ്പെട്ടിരുന്നു. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ന്യൂസ് പേപ്പറിൽ ക്രിസ്ത്യാനിറ്റി മാത്രമല്ല നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ചില ജനറൽ ആയിട്ടുള്ള നടന്നു വരുന്ന ചില കാര്യങ്ങളെ പറ്റി ചെറുതായിട്ടൊക്കെ ഒന്ന് പറയാനായിട്ട് തുടങ്ങി. അപ്പൊ ക്രിസ്ത്യാനിറ്റി ആയിട്ട് തുടങ്ങി വെച്ച ഈ ഒരു ന്യൂസ് പേപ്പർ പ്രസിദ്ധീകരണം പിന്നെ എന്തിലേക്കായി, നമ്മൾ പതുക്കെ ഒരു സോഷ്യൽ ജനറൽ ഹാപ്പനിങ്സിലേക്ക് പോകാനായിട്ട് തുടങ്ങി. പിന്നീടാണ് അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് അവിടെ ഉണ്ടാവുന്നത് കൊണ്ടാണ് പിന്നീട് ഇതൊരു സോഷ്യൽ റിഫോംസിലേക്കും അങ്ങനെയുള്ള നമ്മുടെ റിവല്യൂഷൻസിലും ഒക്കെ ഇൻവോൾവ് ആകാൻ നമ്മുടെ ഈ ഒരു പത്രപ്രസിദ്ധീകരണത്തിന് കഴിഞ്ഞത്. അപ്പോ ഈ ഒരു ജ്ഞാന നിക്ഷേപമാണ് ആദ്യമായിട്ട് ക്രിസ്ത്യാനിറ്റിയുടെ കൂടെ നമ്മുടെ സൊസൈറ്റിയിലെ ഒരു ജനറൽ ഹാപ്പനിങ്സ് കൂടി ന്യൂസ് പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പൊ അതോടുകൂടി നമ്മുടെ ആദ്യമായിട്ട് തുടങ്ങിയ 1847 3 പത്രങ്ങളും കഴിഞ്ഞു. നെക്സ്റ്റ് ന്യൂസ് പേപ്പറാണ് മലയാളി. ഓക്കെ, മലയാളി സോഷ്യൽ റിഫോമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ന്യൂസ് പേപ്പറാണ്. ഇത് മലയാളി സോഷ്യൽ റിഫോം എന്ന് പറഞ്ഞാല് ഒരു ഓർഗനൈസേഷൻ ആണ്. ഗവൺമെന്റിന് എഗൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് മലയാളി സോഷ്യൽ റിഫോം. ഇവരെന്തിനു വേണ്ടിയിട്ടാണ് റിഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അൺഎംപ്ലോയ്മെന്റ് അല്ലെ ഗവൺമെന്റ് ജോബ്സിലേക്ക് കൺസിഡർ ചെയ്യാതിരിക്കുന്ന എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായത്. അപ്പൊ അവരാണ് ഇങ്ങനെയൊരു ഒരു സംഘം രൂപീകരിക്കുകയും ഗവൺമെന്റിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഓർഗനൈസേഷൻ ആണ് ഈ ഒരു മലയാളി എന്നുള്ള പത്രപ്രസിദ്ധീകരണത്തിൽ വഴിയൊരുക്കിയത്. ഇതിന്റെ ലീഡർഷിപ്പ് സി കൃഷ്ണപിള്ള ആൻഡ് പി താനുപിള്ളയാണ്. മലയാളി എന്ന ന്യൂസ് പേപ്പറിന്റെ ഇറ്റ് വാസ് ഫോംഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സി കൃഷ്ണപിള്ള ആൻഡ് പി താനുപിള്ള. ഈ ഒരു മലയാളി സോഷ്യൽ റിഫോം എന്ന ഓർഗനൈസേഷൻ പിന്നീട് മലയാളി സഭ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ മലയാളി എന്ന് പറയുന്ന ഈ പത്രം മുഖപത്രം അല്ലെ മൗത്ത് പീസ് എന്ന് നമ്മൾ ക്വസ്റ്റ്യൻസിലൊക്കെ എടുത്തു ചോദിക്കും. അപ്പൊ മലയാള സഭയുടെ ഈ ഒരു മലയാളി സഭ എന്ന ഒരു സംഘത്തിന്റെ മുഖപത്രം അല്ലെങ്കിൽ മൗത്ത് പീസ് ആണ് ഈ മലയാളി എന്ന പത്രം. ഓക്കെ, അപ്പം മുഖപത്രം അല്ലെ മൗത്ത് പീസ് എടുത്ത് നമുക്ക് PSC ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ വരുന്ന ന്യൂസ് പേപ്പേഴ്സിൽ പറയും ഓരോന്നിന്റെ മൗത്ത് പീസ്, മുഖപത്രം, അത് എടുത്ത് ചോദിച്ചിട്ടുള്ളതൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യും. ഈ ഫസ്റ്റ് റീജിയണൽ ന്യൂസ് പേപ്പർ ഇൻ കേരള എന്ന് ചോദിച്ചാലും ഏതാണ്? മലയാളി തന്നെയാണ്. ഓക്കെ, മലയാളിയാണ് ആദ്യത്തെ റീജിയണൽ ന്യൂസ് പേപ്പർ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, the first issue of the Malayali was published in Trivandrum in 1886. ആദ്യമായിട്ട് ഈ ഗവൺമെന്റ് എംപ്ലോയീസിനെ ഗവൺമെന്റിലേക്ക് കൺസിഡർ ചെയ്യാത്തതിനെ സംബന്ധിച്ചാണ് ഈ ഒരു സംഘം രൂപീകരിക്കുകയും ഇങ്ങനൊരു പത്രപ്രസിദ്ധീകരണം തുടങ്ങാൻ ആരംഭിക്കുകയും ചെയ്തത്. അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നത്തെ പറ്റി പബ്ലിഷ് ചെയ്യപ്പെടുന്നത് തിരുവനന്തപുരത്ത് 1886 ഏറ്റവും കൂടുതൽ ഈ ഒരു ന്യൂസ് പേപ്പറിൽ റൈറ്റിംഗ്സ് കൊടുത്തിട്ടുള്ളത് CV രാമൻ പിള്ളയാണ്. ആഫ്റ്റർ എന്ത് ചെയ്തു, ഇദ്ദേഹം തന്നെ ആ ഒരു പത്രത്തിന്റെ ഓണർഷിപ്പ് അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തത്. മലയാളി മെമ്മോറിയൽ ഈ 1891 ഫോം ചെയ്യപ്പെട്ട ഒരു മെമ്മോറിയലാണ്. ഈ ഒരു മലയാളി മെമ്മോറിയൽ മലയാളി ന്യൂസ് പേപ്പർ വഴിയാണ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ഒരു മെമ്മോറിയൽ ഉണ്ട് എന്നും അതിനെ കൂടുതൽ പ്രൊമോഷൻ ഒക്കെ കൊടുക്കുന്നത് ഈ ഒരു ന്യൂസ് പേപ്പർ വഴിയാണ്. ഓക്കെ, ഇനി മറ്റൊരു പോയിന്റ് ആണ് ഈ മലയാളി ന്യൂസ് പേപ്പറിൽ വരുന്ന ഒരു സ്ലോഗൻ. ഈ മലയാളി മെമ്മോറിയലിന്റെ പ്രൊമോഷൻസ് നമ്മൾ കൊടുത്തത് ഈ മലയാളി ന്യൂസ് പേപ്പർ വഴിയാണെന്ന് പറഞ്ഞു.
അപ്പൊ അവർ അതിലൊരു സ്ലോഗൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രാവൻകൂർ ഫോർ ട്രാവൻകൂറിയൻസ് എന്നായിരുന്നു ആ ഒരു സ്ലോഗന്റെ പേര്. അപ്പൊ ആ ഒരു സ്ലോഗൻ ഈ ന്യൂസ് പേപ്പർ വഴി ഫേമസ് ആയി. അങ്ങനെയാണ് ഈ മലയാളി മെമ്മോറിയലിനെ പറ്റി പബ്ലിക്കിലേക്ക് അറിയാനായിട്ട് പറ്റിയത്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഇതില് ധാരാളം റൈറ്റിംഗ്സ് മലയാളി എന്ന ന്യൂസ് പേപ്പറിൽ കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യമായിട്ട് ഉള്ള റൈറ്റിംഗ്സ് ഒക്കെ ഈ ഒരു മലയാളി എന്ന പത്രം വഴിയാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ തൂലികാ നാമം കേരളൻ എന്നാണ്. ഓക്കെ, അപ്പം ഈ ഒരു റൈറ്റിംഗ്സും സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്ന കേരളൻ എന്നറിയപ്പെടുന്ന ആ ഒരു വ്യക്തിയുടെ ഈ റൈറ്റിംഗ്സ് പബ്ലിക്കിലേക്ക് ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നതും മലയാളി എന്ന ന്യൂസ് പേപ്പർ വഴിയാണ്. അപ്പൊ ഇതൊക്കെ ഓരോ ക്വസ്റ്റ്യൻ പോയിന്റ്സ് ആണ്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ ഓരോ ലൈൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. നെക്സ്റ്റ് പോയിന്റ് വെൻ ദ പബ്ലിഷിംഗ് വാസ്, അതിപ്പോ ഷിഫ്റ്റിംഗിന്റെ കാര്യമാണ്. അത് നിങ്ങൾ അങ്ങനെ ഇമ്പോർട്ടന്റ് എന്നാലും ചിലപ്പോൾ ചോദിക്കാം. ഒരു മലയാളി എന്ന പത്രം ഏത് ജില്ലയിൽ നിന്ന് എങ്ങോട്ടാണ്, അല്ലെങ്കിൽ ഇപ്പോ അതിന്റെ ആസ്ഥാനം എവിടെയാണ്, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കാം. വെൻ ദ പബ്ലിഷിംഗ് വാസ് ഷിഫ്റ്റഡ് ഫ്രം ട്രിവാൻഡ്രം ടു ചങ്ങനാശ്ശേരി, മലയാളി വാസ് പബ്ലിഷ്ഡ് ഓൺലി ഫോർ എ ഫ്യൂ ഡേയ്സ്. അപ്പം ഈ ട്രിവാൻഡ്രത്തിൽ നിന്നും ചങ്ങനാശ്ശേരിയിലോട്ട് മാറ്റിയ സമയത്ത് പഴയതുപോലെയുള്ള അത്ര ഡിമാൻഡ് ഈ പത്രത്തിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് അത് വളരെ കുറച്ച് ദിവസത്തേക്ക് മാത്രമായിരുന്നു പബ്ലിഷ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം അത് ബാൻ ചെയ്യുകയാണ് ചെയ്തത്. നെക്സ്റ്റ് ന്യൂസ് പേപ്പർ ആണ് സ്വദേശാഭിമാനി. ഓക്കെ, സ്വദേശാഭിമാനി വക്കം അബ്ദുൾ ഖാദർ മൗലാവിയാണ് ഈ സ്വദേശാഭിമാനി പത്രം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് ദിസ് ന്യൂസ് പേപ്പർ. ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 19th January 1905 ഫ്രം അഞ്ചുതെങ്ങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും 19 January 1905 ആദ്യമായിട്ട് ഈ സ്വദേശാഭിമാനി എന്ന പത്രം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ഈ ഒരു പത്രത്തിന്റെ എഡിറ്റർ CP ഗോവിന്ദപിള്ള ആണ്. ഓക്കെ, CP ഗോവിന്ദപിള്ളയാണ് ഫസ്റ്റ് എഡിറ്റർ ഓഫ് സ്വദേശാഭിമാനി. ഈ പബ്ലിഷിംഗ് പിന്നീട് വക്കത്തേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. വക്കത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് അതിന്റെ എഡിറ്റർഷിപ്പ് കാര്യങ്ങളും ഒക്കെ നോക്കിയത് K രാമകൃഷ്ണപിള്ളയാണ്. 1906 ഈ ഒരു ഷിഫ്റ്റിംഗ് നടക്കുന്നത്. ഓക്കെ, അഞ്ചുതെങ്ങിലായിരുന്നു ആദ്യം ഈ സ്വദേശാഭിമാനി എന്ന പത്രം തുടങ്ങിയ സമയത്ത്. അതിനുശേഷം ഷിഫ്റ്റ് ചെയ്യപ്പെട്ടത് വക്കത്തേക്കായിരുന്നു. 1907 ഇതിന്റെ പ്രസ്സും പേപ്പറും ഒക്കെ ഷിഫ്റ്റ് ചെയ്ത് ട്രിവാൻഡ്രത്തേക്ക് മാറി. ഓക്കെ, ഇപ്പം ഈ സ്വദേശാഭിമാനി ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്തിരുന്നത് നമ്മുടെ ബ്രിട്ടീഷ് എംപയറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ബ്രിട്ടീഷ് എംപയറിനെ ക്രിട്ടിസൈസ് ചെയ്ത ഒരു പത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്വദേശാഭിമാനിയാണ്. ഓക്കെ, ഈ K രാമകൃഷ്ണ പിള്ളയുടെ അണ്ടറിലുള്ള ലീഡർഷിപ്പിന്റെ സമയത്ത് ഈ ന്യൂസ് പേപ്പറിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെമോക്രസിയും ഹ്യൂമൻ റൈറ്റ്സും ആണ്. ഓക്കെ, ഇപ്പൊ ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയിട്ടും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ പ്രതിപാദിക്കപ്പെട്ടത് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് K രാമകൃഷ്ണ പിള്ളയാണ്. ഈ K രാമകൃഷ്ണ പിള്ളയുടെ കുറച്ച് കോൺട്രിബ്യൂഷൻസ് പറയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബ്രേവ് ആയിട്ടുള്ള വാല്യുബിൾ കോൺട്രിബ്യൂഷൻ ആണ് പിന്നീട് അദ്ദേഹത്തിനെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് സഹായിച്ചത്. ഈ ന്യൂസ് പേപ്പർ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്ത മറ്റൊരു കാര്യമാണ് നമ്മുടെ ദിവാൻ ഓഫ് ട്രാവൻകൂർ P രാജഗോപാലാചാരി. ഈ ദിവാൻ ഓഫ് ട്രാവൻകൂർ P രാജഗോപാലാചാരിയെ ക്രിട്ടിസൈസ് ചെയ്ത് വളരെ ബാഡ്ലി ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പത്രത്തിന്റെ ബാനിങ് അതോടുകൂടി സംഭവിക്കുകയാണ്. അത് നടന്നത് September 26, 1910 അതിന്റെ ബാനിങ് നടന്നത്. ഓക്കെ, ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടത് അതിന് മുന്നത്തെ കാലയളവിലാണെങ്കിലും ബാൻ ചെയ്യപ്പെടുന്നത് September 26, 1910 ഓക്കെ, ഈ K രാമകൃഷ്ണ പിള്ള ഇതിനോടനുബന്ധിച്ച് അദ്ദേഹത്തിന് തിരുനെൽവേലിയിലേക്ക് എക്സൈൽ ചെയ്യപ്പെട്ടു. ഈ സ്വദേശാഭിമാനിയുടെ മറ്റൊരു പ്രത്യേകത ഇന്ത്യയിൽ നിന്നുമുള്ള ആദ്യത്തെ ന്യൂസ് പേപ്പർ ആണ്. ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് ഏജൻസിയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്ന ആദ്യത്തെ. ഇപ്പൊ അതിന്റെ പേരെന്ന് പറഞ്ഞാൽ റൂട്ടേഴ്സ് എന്നാണ്. ഓക്കെ, റൂട്ടേഴ്സ് എന്നായിരുന്നു ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് ഏജൻസിയുടെ പേര്. അപ്പം ആദ്യമായിട്ടൊരു ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് ഏജൻസിയുമായിട്ട് കണക്ഷൻ ഉള്ള അതിന്റെ സഹായത്തോടെ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യത്തെ ന്യൂസ് പേപ്പർ കൂടിയാണ് നമ്മുടെ സ്വദേശാഭിമാനി എന്ന ന്യൂസ് പേപ്പർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസ് പേപ്പറിലേക്ക് പോകാം. വിവേകോദയമാണ്.
ഓക്കെ, വിവേകോദയം. SNDP യോഗത്തിന്റെ മുഖപത്രമായ ഒരു പത്രം അല്ലെങ്കിൽ മൗത്ത് പീസ് ആയിട്ടുള്ള ന്യൂസ് പേപ്പർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വിവേകോദയമാണ്. അതിന്റെ ഇയർ ഓർക്കുക, 1904 ആണ്. ട്രിവാൻഡ്രത്താണ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പൊ വിവേകോദയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. SNDP യോഗത്തിന്റെ മൗത്ത് പീസ് ആയിട്ടുള്ള, അങ്ങനെ കണ്ടിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുമാരനാശൻ ആയിരുന്നു ആദ്യമായിട്ട് നമ്മുടെ ഈ SNDPയുടെ സെക്രട്ടറി ആയിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ എഡിറ്റർ വിവേകോദയം എന്ന ഒരു പത്രത്തിന്റെ ആദ്യത്തെ എഡിറ്റർ കുമാരനാശാനാണ്. അപ്പോ ഈ ഒരു കുമാരനാശാൻ ഈ എഡിറ്റർ ആയിരുന്ന സമയത്ത് നമ്മുടെ വിവേകോദയം എന്ന ഒരു പത്രത്തില് സ്വാമി വിവേകാനന്ദനെ പറ്റിയിട്ട് ഉള്ള റെസ്പെക്ട്, ആ ഒരു റെസ്പെക്റ്റിനെ ഡിറ്റക്ട് ചെയ്തുകൊണ്ടാണ് ആ ഒരു പേര് തന്നെ അദ്ദേഹം ഇട്ടിരിക്കുന്നത്. അപ്പം ഗോവിന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡിറ്ററിന് ശേഷമാണ് നമ്മുടെ കുമാരനാശാൻ എഡിറ്റർ ആകുന്നത്. ഓക്കെ, ഈ ഒരു പത്രത്തില് മെയിൻ ആയിട്ട് പറയുന്ന ടോപ്പിക്സ് ട്രഡീഷൻ അബൌട്ട് ഫോർഫാദേഴ്സ് ആൻഡ് ഏൻഷ്യന്റ് ഫാമിലീസ്, ഓൾസോ ബയോഗ്രഫീസ് ഓഫ് ലെജൻഡ്സ് ഇൻ സൊസൈറ്റി. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ വിവേകോദയം എന്ന പത്രത്തിൽ പറയുന്നത്. ഓക്കെ, പൂർവ്വപിതാക്കളുടെയും പുരാതന കുടുംബങ്ങളുടെയും കുറിച്ചുള്ള പാരമ്പര്യം, അതേപോലെ തന്നെ സമൂഹത്തിലെ ഇതിഹാസങ്ങളുടെ ജീവചരിത്രങ്ങൾ, ഇത് രണ്ടുമാണ് നമ്മുടെ വിവേകോദയം എന്ന പത്രത്തിൽ കൂടെ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കപ്പെടുന്നത്. ഈ വിവേകോദയത്തിന്റെ ഇൻവോൾവ്മെന്റ് ലോ കാസ്റ്റ് ആയിട്ടുള്ള പീപ്പിളിനെ വളരെയധികം എൻകറേജ് ചെയ്യാനായിട്ട് സഹായിച്ചു. താഴ്ന്ന ജാതിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഈ ഒരു പത്രത്തിന്റെ പങ്കാളിത്തം ശരിക്കും വളരെ വലുതായിരുന്നു. വിവേകോദയം ഈഴവ ഗസറ്റ് എന്ന് അറിയപ്പെട്ടു അതിനുശേഷം. വള്ളത്തോളിന്റെ ചിത്രയോഗം, ഉള്ളൂരിന്റെ ഉമാകേരളം, അതേപോലെ തന്നെ പന്തളം കേരളവർമ്മയുടെ രുക്മാംഗത ചരിതം എന്നിവ ഈ വിവേകോദയം എന്ന പത്രത്തിലൂടെ കുമാരനാശൻ വിമർശിക്കുകയുണ്ടായി. ഓക്കെ, അപ്പം അദ്ദേഹം വിമർശിച്ചത് മറ്റൊന്നുമല്ല, സംസ്കൃത കൃതികളുടെ സ്വാധീനത്താലാണ് ഈ ഒരു കൃതികൾ ചെയ്യുന്നതെന്ന് ആശാൻ അതിൽ വാദിച്ചു. ഓക്കെ, അപ്പം ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പത്രത്തില് നമ്മുടെ കുമാരനാശൻ വിമർശിച്ച ഏതൊക്കെ ബുക്സിനെയാണ് നമ്മുടെ കുമാരനാശാൻ വിമർശിച്ചത് ഏത് പത്രത്തിലൂടെയാണ്, അങ്ങനെയൊക്കെ പല രീതിയിലും ചോദിക്കാം. അപ്പൊ ഏതൊക്കെയായിരുന്നു? നമ്മുടെ വള്ളത്തോളിന്റെ ചിത്രയോഗം, ഉള്ളൂരിന്റെ ഉമാകേരളം, പന്തളം കേരളവർമ്മയുടെ രുക്മാംഗത ചരിതം, ഈ 3 ബുക്സിനെയും വിമർശിച്ചത് നമ്മുടെ ഈ ഒരു പത്രത്തിലൂടെയായിരുന്നു. വിമർശിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ കുമാരനാശാൻ ആണ്. അതേപോലെ തന്നെ ഏത് പത്രം വഴിയാണ്? വിവേകോദയം വഴിയാണ്. ഓക്കെ, അപ്പോ വേണമെങ്കിൽ എന്തിന്റെ പേരിലാണെന്നും കൂടെ ചോദിക്കുക. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും വരുന്നുണ്ടല്ലേ. അപ്പൊ എന്തിന്റെ പേരിലായിരുന്നു? സംസ്കൃത കൃതിയിൽ നിന്നാണ് ഈ ഒരു ബുക്സ് എടുത്തത് എന്ന് പറഞ്ഞിട്ടായിരുന്നു കുമാരനാശാൻ അവരെ വിമർശിച്ചത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് മിതാവാദിയാണ്. ഓക്കെ, മിതാവാദി. ഇപ്പൊ നമ്മൾ ഈ ക്രോണോളജിക്കൽ ഓർഡറിലല്ല, അതായത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇയർ അനുസരിച്ചിട്ടല്ല നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ ആ ഒരു 3 രാജ്യസമാചാരം, അതൊക്കെ നമ്മൾ പശ്ചിമോദയം അതൊക്കെ നമ്മൾ ചെയ്തത് ആ ഒരു ഇയർ എല്ലാത്തിലും അതാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്ന മലയാളിയാണ്. ആ ഓർഡറിലാണ് ഞാൻ സെക്കൻഡ് സ്ലൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇമ്പോർട്ടൻസും കൂടെ നമ്മൾ നോക്കണം. ഈ എക്സാമിന് ചോദിക്കുന്ന ഒരു രീതിയിലും കൂടെ നമ്മൾ നോക്കണം. പക്ഷെ ഫൈനൽ സ്ലൈഡിൽ നിങ്ങൾക്ക് ഒരു ടേബിളിൽ ഞാൻ ഒരു ഇയർ ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് ഇയർ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങളിപ്പം വായിക്കുമ്പോൾ പോയിന്റ്സ് അങ്ങനെ പഠിച്ചു തന്നെ പോവാം. ഓരോ പത്രത്തിന്റെ പേര് പോയിന്റ്സ് പഠിച്ചു പോവാം. ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണ്, നിങ്ങൾ എന്ത് ചെയ്യാം, പത്രത്തിന്റെ പേര്, ഇയർ, ഫൗണ്ടർ, ഇനി അഡീഷണൽ പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ട്, ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇയറും കൂടെ കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ടേബിളിൽ ഞാൻ ഫൈനൽ PPT-യിൽ ഇയറും നെയിമുമായിട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിൽ ഫൗണ്ടറും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പം വേണമെങ്കിൽ ഞാൻ നോട്ട്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫൗണ്ടർ കൂടെ ആഡ് ചെയ്തിട്ട് തരാം. ഓക്കെ, അപ്പം മിതാവാദി എന്നുള്ള ന്യൂസ് പേപ്പർ ആണ് നെക്സ്റ്റ് വരുന്നത്. അപ്പം നമ്മുടെ ഈ തലശ്ശേരിയിലെ ഒരു വ്യാപാരിയായിരുന്ന T. ശിവശങ്കരനാണ് ഈ ഒരു മിതാവാദി പത്രം സ്ഥാപിച്ചത്. ഓക്കെ, T. ശിവശങ്കരൻ. അപ്പം ഈ പേര് ആദ്യമായിട്ട് വന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ നമ്മുടെ നാഷണൽ റൂളേഴ്സിനെ ടെററിസ്റ്റ് ആയിട്ട് കോൺഗ്രസ് സെഷൻ 1905 അനൗൺസ് ചെയ്യപ്പെട്ടു. ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഒരു മിതാവാദി എന്നുള്ള ഒരു പേര് വന്നത്.
ഓക്കെ, 1905 കോൺഗ്രസ് സമ്മേളനത്തിൽ ഗോപാലകൃഷ്ണ ഗോഖലെ നമ്മുടെ ദേശഭരണാധികാരികളെ തീവ്രവാദികളായി പ്രഖ്യാപിച്ചതോടെ, ഓക്കെ, അപ്പൊ ഇതിന് ആ പേര് അങ്ങനെയാണ് മിതാവാദി എന്നൊരു പേര് ലഭിക്കുന്നത്. ഇനി 1906 തലശ്ശേരിയിൽ നിന്നുള്ള മൂർക്കോത്ത് കുമാരൻ, ആ പുള്ളിയുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഒരു മിതാവാദി എന്ന പത്രം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം അദ്ദേഹം തയ്യാറാക്കുകയും കേരളത്തിലെ ആദ്യത്തെ ഗുരുപ്രതിമ സ്ഥാപിക്കുകയും ചെയ്ത ആദ്യ വ്യക്തിയാണ് നമ്മുടെ ഒരു മൂർക്കോത്ത് കുമാരൻ. ഫസ്റ്റ് പേഴ്സൺ ഹു പ്രിപ്പയർഡ് ദ ബയോഗ്രഫി ഓഫ് ശ്രീനാരായണ ഗുരു. അപ്പം മൂർക്കോത്ത് കുമാരൻ നമ്മൾ ഇതിൽ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടെ നമ്മൾ പറയാം. ഓക്കെ, ആദ്യത്തെ ഫസ്റ്റ് സ്റ്റാച്യു ഓഫ് ശ്രീനാരായണ ഗുരു ഇൻ കേരളം. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് വീണപൂവ് എന്ന കവിത. എല്ലാവർക്കും അറിയാം അല്ലെ, ആരാണ് ഇത് രചിച്ചത് പറയാമോ? വീണപൂവ് എന്ന നോവൽ അല്ലെ, പോയം രചിച്ചത് ആരാണ്? കുമാരനാശാൻ അല്ലെ, എല്ലാവർക്കും അറിയാം. അപ്പൊ വീണപൂവ് എന്ന കവിത ആദ്യമായി മിതാവാദി പത്രത്തിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. 1907 ആദ്യമായിട്ട് ഈ വീണപൂവ് എന്നുള്ള പോയം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഇൻ 1930 1913 മൂർക്കോത്ത് കുമാരൻ ഈ ഒരു ലീഡർഷിപ്പ് വിട്ട സമയത്ത് സി കൃഷ്ണൻ ഈ പത്രത്തിന്റെ പൂർണ്ണ നേതൃത്വം ഏറ്റെടുക്കുകയായിരുന്നു. ഓക്കെ, സി കൃഷ്ണൻ took the complete leadership of the newspaper. ഈ സി കൃഷ്ണന്റെ 2 പോയിന്റ്സ് കൂടെ ഓർത്ത് വെക്കുക. ഓൾസോ ദ ഫൗണ്ടർ ഓഫ് കാലിക്കറ്റ് ബാങ്ക് ഇൻ 1909. കാലിക്കറ്റ് ബാങ്കിന്റെ, കോഴിക്കോട് ബാങ്കിന്റെ ഫൗണ്ടർ ആയിരുന്നു സി കൃഷ്ണൻ. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ഒരു മിഷൻ കൂടി ഓർത്തു വെക്കുക, മഹാബോധി ബുദ്ധ മിഷൻ. സി കൃഷ്ണൻ സ്റ്റാർട്ട് ചെയ്ത ഒരു മിഷനാണ് മഹാബോധി ബുദ്ധ മിഷൻ. അതേപോലെ തന്നെ ഈഴവയെ ബുദ്ധിസത്തിലേക്ക് കൺവേർട്ട് ആവാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ കൂടി സി കൃഷ്ണന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാമ്പയിൻ, ഓക്കെ, ടു കൺവേർട്ട് ഈഴവാസ് ടു ബുദ്ധിസം. അതിനുശേഷം ഇദ്ദേഹം ഈ മാഗസിനെ റീപബ്ലിഷ് ചെയ്തു. മിതാവാദ്യാരുടെ വക ഫ്രം കോഴിക്കോട് നിന്ന് അദ്ദേഹം ഒരു മാഗസിനെ റീപബ്ലിഷ് ചെയ്യുകയുണ്ടായി. ഓക്കെ, മിതവാദിയെ നമ്മുടെ തീയരുടെ ബൈബിൾ എന്നൊക്കെ പറയും അല്ലെ, ബൈബിൾ ഓഫ് തീയാസ്, അതേപോലെ തന്നെ ബൈബിൾ ഓഫ് ദ ഡൗൺ ട്രോഡൻ, ഇതൊക്കെ മിതാവാദിയുടെ മറ്റു പേരുകളാണ്. ഈ മിതാവാദി കൃഷ്ണൻ എന്നൊരു പേര് ഈ സി കൃഷ്ണന് കിട്ടുന്നത് ഈ ഒരു മിതാവാദിയുടെ നേതൃത്വം അദ്ദേഹം ഏറ്റെടുത്തതോടു കൂടിയാണ്, അതിന്റെ ലീഡർഷിപ്പ് ഏറ്റെടുത്തതോടു കൂടിയാണ് മിതാവാദി കൃഷ്ണൻ എന്നൊരു പേര് ഈ സി കൃഷ്ണന് കിട്ടുന്നത്. ഓക്കെ, അപ്പോ മറ്റൊരു പ്രത്യേകത കൂടി ഈ ഒരു പത്രത്തിനുണ്ട്, മിതാവാദി എന്ന പത്രത്തിന്. ഫസ്റ്റ് മലയാളം ന്യൂസ് പേപ്പർ വിച്ച് ഗേവ് സപ്പോർട്ട് ടു റഷ്യൻ റവല്യൂഷൻ ഇൻ 1917. റഷ്യൻ റവല്യൂഷന് നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് കൊടുത്ത കേരളത്തിലെ ആദ്യ മലയാള ന്യൂസ് പേപ്പർ കൂടിയാണ് മിതാവാദി. ഓക്കെ, ഇപ്പൊ റഷ്യൻ റവല്യൂഷൻ നടന്നത് 1917. ഓക്കെ, അപ്പം റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ നൽകിയ ഒരു പത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ വരുന്നത്? മിതാവാദിയാണ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ആ ഒരു മിതാവാദി എന്നുള്ള പത്രത്തിന് നമ്മൾ മെയിൻ ആയിട്ട് ഓർക്കാനായിട്ട്. നെക്സ്റ്റ് വൺ